വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വതന്ത്ര ഭാരതമാണ് കേട്ടോ. നമുക്കറിയാം എല്ലാ സിലബസിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ, സ്വതന്ത്ര ഭാരതം എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക് അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെയുള്ള എല്ലാ എക്സാമുകളിലും പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ പുതിയ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ പല സിലബസ് ബേസ് ആയിട്ട് പല ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുതിയ SCRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന SCRT പാഠഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസേഴ്സിൽ തന്നെ നമ്മൾ ഓരോരോ ടോപ്പിക്കായിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. സ്വതന്ത്ര ഭാരതം എന്നാണല്ലേ ടോപ്പിക്ക് പറഞ്ഞത്. നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യുനാനി മെഡിസിൻ എവിടെയാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യുനാനി മെഡിസിൻ എവിടെയാണ്? ബാംഗ്ലൂരിലാണല്ലേ. ബാംഗ്ലൂരിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യുനാനി മെഡിസിൻ എന്ന് പറയുന്നത്. എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? നാഷണൽ ലേബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? ആരുടെയാണ്? VV ഗിരിയുടെ പേരിലാണ്. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. പിന്നാക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. പിന്നാക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. 1986 സംസ്ഥാന പുനഃസംഘടനയിലൂടെ നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 1986 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സംസ്ഥാനങ്ങൾ 14 സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന പുനഃസംഘടന പ്രകാരം ആദ്യമായിട്ട് എന്നായിരുന്നു? 1953 ഒക്ടോബറിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമം പാസ്സാക്കി നിലവിൽ വരുന്നത് 1956 അന്ന് 14 സംസ്ഥാനങ്ങളാണ് ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്. 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് പ്രതിരോധ മന്ത്രി ആയിരുന്നത് ആരാണ്? 1971 എന്ത് വരുന്നത്? ഇന്ത്യ പാക് യുദ്ധം വരുന്നത്. ആ ഒരു സമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജഗത് ജീവൻ റാമാണ് 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ പ്രതിരോധ മന്ത്രി ആയിരുന്നത്. 1998 ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച നഗരം ഏതാണ്? എന്താണ് ക്വസ്റ്റ്യൻ? 1998 ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന AB വാജ്പേയി അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന നവാസ് ഷെരീഫും കൂടിയിട്ട് ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നഗരം. ഏതായിരുന്നു നഗരം? ഒപ്പുവെച്ച നഗരം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ലാഹോർ നഗരമാണ്. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏതായിരുന്നു? അപ്പോൾ ആ ഒരു സമയത്ത് ജമ്മു കാശ്മീർ ഒരു സംസ്ഥാനമായിരുന്നു. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന് അറിയാം. 2005 ഒക്ടോബറിലാണ് നിലവിൽ വന്നത്. ആ ഒരു സമയത്ത് വിവരാവകാശ നിയമത്തിൽ നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏതായിരുന്നു? ജമ്മു കാശ്മീർ ആയിരുന്നു. മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം എന്നാണ്? മദ്രാസ് എന്ന് പറയുന്ന ഒരു തമിഴ്നാടിൻ്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? മദ്രാസ് എന്നായിരുന്നു. ഈ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ ഒരു വർഷമാണ് 1969. അണ്ണാ ഹസാരെ ഏത് സംസ്ഥാനക്കാരനാണ്? മഹാരാഷ്ട്ര അല്ലേ. മഹാരാഷ്ട്രക്കാരനാണ് അണ്ണാ ഹസാരെ. 50 വർഷം പാർലമെൻറ്റ് അംഗമായി ഉണ്ടായിരുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണ്? 50 വർഷം പാർലമെൻറ്റിൻ്റെ അംഗമായിട്ടുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? NG രംഗ. അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? പോർച്ചുഗീസുകാരാണല്ലേ. ആദ്യമായിട്ട് വന്നതും പോർച്ചുഗീസുകാരാണ്. ഏറ്റവും അവസാനം പോയതും ആരാണ്? പോർച്ചുഗീസുകാരാണ്. അഹമ്മദാബാദിലെ അഭയഘട്ടിൽ അന്ത്യനിദ്ര കൊള്ളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായിയാണ്. അപ്പോൾ മൊറാർജി ദേശായിയുടെ വിശ്രമ സ്ഥലം ചോദിക്കാറുണ്ടല്ലേ. റെസ്റ്റിംഗ് പ്ലേസ് ചോദിക്കാറുണ്ട്. അഭയഘട്ടാണ്. അഹമ്മദാബാദിലെ അഭയഘട്ടിലാണ് മൊറാർജി ദേശായിയുടെ വിശ്രമ സ്ഥലം എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ പെൻസിലിൻ ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പെൻസിലിൻ ഫാക്ടറി മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതെവിടെയാണ്? പിംബ്രിയിലാണ്. അപ്പോൾ പിംബ്രി എന്ന് പറയുന്നത് പെൻസിലിനുമായിട്ട് ബന്ധപ്പെട്ട
ബന്ധപ്പെട്ട ഫാക്ടറിയാണ്. പിംപ്രി എന്ന് പറയുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മാരുതി ഉദ്യോഗ് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? മാരുതി ഉദ്യോഗ് എന്ന് പറയുന്നത് ഏത് ജപ്പാനീസ് കമ്പനിയുമായിട്ടാണ് സഹകരിക്കുന്നത്? ഏത് ജപ്പാനീസ് കമ്പനി ആയിട്ടാണ്? സുസുക്കി. ആര്യഭട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം ഏതാണ്? ആര്യഭട്ട ഏത് വർഷത്തിലാണ് വിക്ഷേപിക്കുന്നത്? 1975 1975. അപ്പോൾ ഈ ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യം എന്ന് പറയുന്നത് മുൻ സോവിയറ്റ് യൂണിയനാണ്. ആദ്യം എന്താണ്? സോവിയറ്റ് യൂണിയൻ എന്നാണ് അറിയപ്പെടുന്നത്. റഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ആര്യഭട്ട ഉപഗ്രഹത്തെ ബഹിരാകാശത്ത് എത്തിച്ചത്. ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ച തീയതി? എജുസാറ്റ് എന്നാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? അപ്പോൾ ഇന്ത്യ എജുസാറ്റ് വിക്ഷേപിച്ച തീയതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ്? 2004 സെപ്റ്റംബർ 20-നാണ്. 2004 സെപ്റ്റംബർ 20-നാണ് എജുസാറ്റ് വിക്ഷേപിക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം ഏതാണ്? ഏതാണ്? ചണ്ഡീഗഡ് ആണ് അല്ലേ? ചണ്ഡീഗഡ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം എന്ന് പറയുന്നത്. ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു ആരാണ്? ദുർഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു. രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്ര നടത്തിയ വർഷം? രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ആള് ബഹിരാകാശ യാത്ര നടത്തിയ വർഷം എന്നാണ്? 1984. 1984ലാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തുന്നത്. 1984ലാണ്. ചന്ദ്രയാൻ 2 പദ്ധതിയിൽ ഏത് രാജ്യവുമായി സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരുന്നത്? അതായത് കഴിഞ്ഞ പോയതാണ് ചന്ദ്രയാൻ 2ന്റെ സമയത്ത്. ചന്ദ്രയാൻ 2 പദ്ധതിയിൽ ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ സഹകരിച്ചത്? ലക്ഷ്യമിട്ടത് റഷ്യയുമായിട്ടാണ് അല്ലേ? മിസ് വേൾഡ് ആയ ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ്? റീത്ത ഫരിയാണ് മിസ് വേൾഡ് ആയ ആദ്യത്തെ ഇന്ത്യക്കാരി. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? സർദാർ പട്ടേലാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത്. മലയാളി ആരായിരുന്നു ചോദിക്കാറുണ്ട് അല്ലേ? VP മേനോനാണ് മലയാളിയായിട്ടുള്ള അംഗം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ VP മേനോനാണ്. എന്നാൽ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സർദാർ പട്ടേലായിരുന്നു. ഓക്കെ, ഇനി നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകാൻ നിയോഗിക്കപ്പെട്ടത് ആരെയായിരുന്നു? നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകാൻ ആരെയാണ്? അമർത്യ സെൻ ആണ്. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ നാക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ആസ്ഥാനം. നാക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പ്രധാനമന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷത്ത് നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ചരൺ സിംഗ് ആണ് അല്ലേ? ചരൺ സിംഗ് ആണ് ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പഞ്ചായത്തി രാജ് നഗരപാലിക ബില്ലുകൾ രാജ്യസഭയിൽ പരാജയപ്പെട്ടത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്തായിരുന്നു? അപ്പോൾ ആദ്യം പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. പൗനാറിൽ പരംധാമ ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? വിനോബ ഭാവെയാണ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. ചരൺ സിംഗിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ?
ന്യൂനപക്ഷ സർക്കാരിൻ്റെ തലവനായ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത ഏക ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമല്ലാതെ പ്രധാനമന്ത്രിയായിരുന്ന ആദ്യത്തെ വ്യക്തിയാണ് നരസിംഹ റാവു. പാർലമെന്റിന്റെ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരുന്നില്ല അദ്ദേഹം. അതിനുശേഷം അംഗമല്ലാതെ കൂടിയിട്ട് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് നരസിംഹ റാവു എന്ന് പറയുന്നത്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണല്ലേ. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നും പ്രധാനമന്ത്രിയായ ആദ്യത്തെ വ്യക്തി. പുനരുദ്ധരിച്ച നളന്ദ സർവകലാശാലയുടെ പ്രഥമ വിസിറ്റർ സ്ഥാനം നിരാകരിച്ചത് ആരാണ്? പുനരുദ്ധരിച്ച നളന്ദ സർവകലാശാലയുടെ പ്രഥമ വിസിറ്റർ സ്ഥാനം നിരാകരിച്ചത് ആരാണ്? APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമാണ് പുനരുദ്ധരിച്ച നളന്ദ സർവകലാശാലയുടെ പ്രഥമ വിസിറ്റർ സ്ഥാനം നിരാകരിച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേന്ദ്രമന്ത്രി ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേന്ദ്രമന്ത്രി ആരാണ്? സർദാർ പട്ടേലാണ്. സർദാർ പട്ടേലാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേന്ദ്രമന്ത്രി. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ ആരാണ്? സർദാർ പട്ടേലാണല്ലേ. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി ചോദിക്കുകയാണെങ്കിൽ സർദാർ പട്ടേലാണ്. കേന്ദ്രമന്ത്രി ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും സർദാർ പട്ടേലാണ്. 1989 സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. നമ്മൾ SCERT ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ന്യൂഡൽഹിയിൽ വരുന്ന സംഭവങ്ങളൊക്കെ ഏതൊക്കെയെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. 1989 സ്ഥാപിതമായത്. മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യത്തെ ദളിത് വനിതയാരാണ്? മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യത്തെ ദളിത് വനിതയാരാണ്? മായാവതിയാണ്. മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായത് ആരാണ്? മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായിയാണ്. മൊറാർജി ദേശായിയാണ് മുഖ്യമന്ത്രിയായ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി. മുംബൈയിലെ ദാദറിന് സമീപം ആരുടെ സമാധി സ്ഥലമാണുള്ളത്? മുംബൈയിലെ ദാദറിന് സമീപം ആരുടെ സമാധി സ്ഥലമായിരുന്നു? BR അംബേദ്കറിൻ്റെ അല്ലേ. BR അംബേദ്കറിൻ്റെ സമാധി സ്ഥലമാണ് മുംബൈയിലെ ദാദറിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നത്. അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ യുഗപ്പിറവിയാണ് എന്ന് വിശേഷിപ്പിച്ചത് വിനോബ ഭാവെ. ഇന്ത്യ ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷേപിച്ച സ്ഥലം എവിടെയാണെന്നാണ്? ആദ്യമായിട്ട് ഇന്ത്യ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് തിരുവനന്തപുരത്തെ തുമ്പയിൽ നിന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ ഏതാണ്? അപ്സരയാണ് അല്ലേ. ഇന്ത്യയുടെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ ഏതാണ്? അപ്സരയാണ്. ഏത് സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഏത് സംഘടനയ്ക്കാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സമർപ്പിച്ചിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയ്ക്കാണ്. ഏത് രാജ്യമാണ് അന്റാർട്ടിക്ക പര്യടനത്തിനായിട്ട് ഇന്ത്യക്ക് MV പോളാർ സർക്കിൾ എന്ന് പറയുന്ന വാഹനം നൽകിയത്? നോർവേക്കാണ് ഇന്ന് നൽകിയത്. അന്റാർട്ടിക്ക പര്യടനത്തിനായിട്ട് ഇന്ത്യക്ക് MV പോളാർ സർക്കിൾ നൽകിയതാണ് ചോദിച്ചിരിക്കുന്നത്. നോർവേക്കാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. കൂടംകുളം ആണവ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൽക്കട്ടയിലാണ് അല്ലേ. കൽക്കട്ടയിലാണ് സാഹ എന്ന് പറയുന്ന സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കട്ടയാണ്. ചാന്ദ്രയാൻ പദ്ധതിക്കായിട്ട് ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിൻ്റെ നാമധേയം എന്തായിരുന്നു? ചന്ദ്രയാൻ പദ്ധതിക്കായിട്ട് ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിൻ്റെ പേരെന്താണ്? PSLV C11 അല്ലേ. PSLV C11 ആയിരുന്നു. PSLV C11 ആണ് ചന്ദ്രയാൻ ദൗത്യത്തിനായിട്ട് ഇന്ത്യ ഉപയോഗിച്ചതിലെ ബഹിരാകാശ വാഹനത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ISRO സ്ഥാപിതമായ വർഷം ചോദിക്കാറുണ്ട് അല്ലേ. ISRO സ്ഥാപിതമായ വർഷം ഇതാണ്. 1969 ISRO സ്ഥാപിതമായത്. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1963. അപ്പോൾ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത് 1963. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി ആരാണ്? ബാങ്ക് ദേശസാൽക്കരണം നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഏത് ഇയർ ആയിരുന്നു ബാങ്ക് ദേശസാൽക്കരണം നടന്നിട്ടുള്ളത്? 2 ഇയേഴ്സിലെ. ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം ഉണ്ടായിരുന്നു, രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം ഉണ്ടായിരുന്നു. ഏത് ഇയർ ആയിരുന്നു?
1969 ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 1969 അന്ന് എത്ര ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്? 14 ബാങ്കുകളാണല്ലേ ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1980 രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. അന്ന് 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1969 80 ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി ആരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. BP മേനോനാണ്. BP മേനോനാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ പട്ടേലിനെ സഹായിച്ചത്. നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? നാഷണൽ പോലീസ് അക്കാദമി ആരുടെ പേരിലാണ് നാമകരണം ചെയ്തത്? സർദാർ പട്ടേലിൻ്റെ പേരിൽ കേട്ടോ. സർദാർ പട്ടേലിൻ്റെ പേരിൽ. പദവിയിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആരാണ്? പദവിയിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? കിഷൻ കാന്ത് കേട്ടോ. കിഷൻ കാന്താണ് ആദ്യത്തെ, അതായത് പദവിയിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിലുള്ള ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം ഇന്ത്യ നടത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് പൊക്രാനിലാണല്ലേ ഈ പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് 4ാം പദ്ധതി കേട്ടോ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്താണ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ബംഗ്ലാദേശിൻ്റെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്യാമപ്രസാദ് മുഖർജി. 1948 ഡോക്ടർ ശാരദാ കബീറിനെ പുനർവിവാഹം ചെയ്ത നേതാവ് ആരാണ്? 1948 ഡോക്ടർ ശാരദാ കബീറിനെ പുനർവിവാഹം ചെയ്ത നേതാവ് ആരായിരുന്നു? BR അംബേദ്കർ. 2009 തെരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വന്നത് എത്രാമത്തെ ലോകസഭയാണ്? 2009 തെരഞ്ഞെടുപ്പിന് ശേഷം വന്നത് എത്രാമത്തെയായിരുന്നു? 15ാമത്തെ ആയിരുന്നു. ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയ വ്യക്തി ആരാണ്? ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. നീലം സഞ്ജീവ് റെഡ്ഡി. ആരുടെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്? ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് അല്ലേ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. ആക്ടിംഗ് പ്രസിഡന്റ് ആയ ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ആക്ടിംഗ് പ്രസിഡന്റ് ആയ ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് VV ഗിരി. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് ഇയറാണ്? 1951 അത് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായിയാണ് ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഇന്ത്യ ആദ്യത്തെ അന്റാർട്ടിക്കൽ പര്യടനം നടത്തിയ വർഷം? ഇന്ത്യ ആദ്യമായിട്ട് അന്റാർട്ടിക്കൽ പര്യടനം നടത്തിയ വർഷം ഏതാണ്? 1982 ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? VV ഗിരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1962 ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1962 ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്രാപ്രദേശിലാണല്ലേ. അതിന് ആരുടെ പേരിലാണ്, ഏത് നേതാവിൻ്റെ പേരിലാണ് നൽകിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് പേര് നൽകിയിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കറിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഇന്ത്യയിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? P. വേണുഗോപാലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല എവിടെയാണ്? വിജയവാഡയാണല്ലേ. വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചേരി ഏതാണ്? ചേരി ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ധാരാവിയാണല്ലേ. ധാരാവിയാണ്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം ചോദിക്കാറുണ്ട് കേട്ടോ. പോച്ചമ്പള്ളിയാണ്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം ഏതാണ്? പോച്ചമ്പള്ളിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഏത് ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് പോവാം കേട്ടോ ഇനി വരുന്ന എക്സാമുകളിലൊക്കെ.
പദവിയിലിരിക്കാൻ ധരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? പദവിയിലിരിക്കാൻ ധരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് പദവിയിലിരിക്കാൻ ധരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ നമുക്കിനി പൂനെയെ കുറിച്ചൊന്ന് നോക്കാം. പൂനെ എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഈ പൂനെയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂനെ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് പൂനെ നോക്കിയാലോ, പൂനെയെ കുറിച്ച് നോക്കിയാലോ. നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പൂനെയിലാണ്. പൂനെയിലാണ് നാഷണൽ കെമിക്കൽ ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയായ ശ്രീമതി നാഥിബായ് താക്കർസി വിമൻസ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല എന്ന് പറയുന്നത് ഇതാണ്, ശ്രീമതി നാഥിബായ് താക്കർസി വിമൻസ് യൂണിവേഴ്സിറ്റിയാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ഇനി പെഷ്യന്മാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്, പൂനെയിലാണ്. പെഷ്യന്മാരുടെ ആസ്ഥാനം ബോംബെ പ്രസിഡൻസിയുടെ മൺസൂൺ തലസ്ഥാനമാണ് ഈ പൂനെ എന്ന് പറയുന്നത്. ബോംബെ പ്രസിഡൻസിയുടെ മൺസൂൺ തലസ്ഥാനമാണ് ഈ പൂനെ എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നത് ഈ നഗരത്തിലായിരുന്നുവെങ്കിലും പ്ലേഗ് ബാധ പൊട്ടിപ്പുറപ്പെട്ട കാരണം വേദി മുംബൈയിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പൂനെയിലായിരുന്നു എന്തുണ്ടായിരുന്നത്? പ്ലേഗ് ബാധ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ആദ്യത്തെ INCയുടെ ആദ്യത്തെ സമ്മേളനം ശരിക്കും പറഞ്ഞാൽ പൂനെയിലായിരുന്നു നടത്തേണ്ടത്. അത് എന്താക്കി മാറ്റി? മുംബൈയിലാണല്ലേ. മുംബൈയിലാണ് ആദ്യത്തെ INC സമ്മേളനം നടന്നത്. എന്നായിരുന്നു? INC 1885 അല്ലേ. ഇന്ത്യൻ ആർമിയുടെ സത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? പൂനെയിലാണ്. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എവിടെയാണ്? ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എവിടെയാണ്? പൂനെയിലാണ്. കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്നതും എവിടെയാണ്? കിഴക്കിൻ്റെ ഓക്സ്ഫർഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പൂനെയാണ്. മറാത്തി ഭാഷയുടെ കൽപ്പിത ആസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? പൂനെയാണ്. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം ചോദിക്കാറുണ്ട് അല്ലേ. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് ഈ പൂനെ എന്ന് പറയുന്നത്. അപ്പോൾ പൂനെ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കാൻ. നാഷണൽ കെമിക്കൽ ലബോറട്ടറി എന്നൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ശ്രീമതി നാഥിബായ് താക്കർസി വിമൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിലാണ്. പിന്നെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കാറ്? ഇന്ത്യൻ ആർമിയുടെ സത്തേൺ കമാൻഡ് ആസ്ഥാനം ചോദിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ. പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരാണ്? AKG ആണ്. പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് പറയുന്നത് AK ഗോപാലിനെയാണ്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായി സംസ്ഥാന പുനഃസംഘടന നടന്ന വർഷം നമ്മൾ പറഞ്ഞില്ലേ, 1956 ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് സംസ്ഥാന പുനഃസംഘടന നടന്നത്. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണ് നീലം സഞ്ജീവ് റെഡ്ഡി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാണ്? നീലം സഞ്ജീവ് റെഡ്ഡിയാണ്. ഇനി ശ്രീനികേതൻ എന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ശ്രീനികേതൻ എന്ന് പറയുന്ന ഗ്രാമീണ പുനരുദ്ധാരണ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് നീലോക്കേരി പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഗ്രാമവികസനവുമായി ബന്ധപ്പെട്ട് നീലോക്കേരി എന്ന് പറയുന്ന പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? SK ഡേ ആണ്. 1956 സംസ്ഥാന പുനഃസംഘടനയുടെ നിലവിൽ വന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര എണ്ണമാണ്? 6 ആണല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 സംസ്ഥാനങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്, 6 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത് 1956 സംസ്ഥാന പുനഃസംഘടനയിലൂടെ. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായി താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കൻഡിൽ വെച്ച് പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനുമായിട്ട് താഷ്കൻഡ് കരാറിൽ ഒപ്പുവെച്ചത്. ഇനി 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ ആരായിരുന്നു? VV ഗിരി ആയിരുന്നു അല്ലേ. VV ഗിരിയാണ് 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ എന്ന് പറയുന്നത് ആരാണ്? VV ഗിരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1971 ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട് ജഗജ്ജീവൻ റാമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സർവ്വസൈനാധിപനാണ് VV ഗിരി എന്ന് പറയുന്നത്. 1984 ജൂണിൽ പഞ്ചാബിലെ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നിന്ന് സിഖ് ഭീകരരെ പുറത്താക്കാൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതിക്ക് അനുമതി നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അതായത് 1984 ജൂണിൽ എന്ത് നടന്നിട്ടുണ്ടായിരുന്നോ? സുവർണ ക്ഷേത്രത്തിൽ ഭീകരർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഓടിപ്പിക്കുന്നതിനായിട്ടല്ലേ, പുറത്താക്കുന്നതിനായിട്ട് ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പദ്ധതി ജൂണിൽ നടന്നിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിലല്ലേ. അപ്പോൾ അതിന് അനുമതി നൽകിയത് ആരാണ്? ഇന്ത്യ
ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് DPEP ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. DPEP ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യനാണല്ലേ. ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇന്ത്യയിലെ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് അല്ലേ. അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ 2023 സെപ്റ്റംബർ 28 അദ്ദേഹം മരിക്കുന്നത്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണോ? 2023 സെപ്റ്റംബർ 28 കേട്ടോ. പഠിച്ചു വയ്ക്കുക, ഇയർ പഠിച്ചു വയ്ക്കുക. 2023 ചോദിക്കാറുണ്ട് കേട്ടോ. 2023 സെപ്റ്റംബർ 28 ആര് മരിക്കുന്നത്? MS സ്വാമിനാഥൻ മരിക്കുന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിരുന്നു അല്ലേ. ആദ്യം തന്നെ നോമൻ ബോർലോഗ് ആണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ആരംഭിച്ച ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ലയൺസ് ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്നത് 1954 സ്ഥാപിതമായത്. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ധാതു പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ഏതാണ്? ഇന്ത്യയിലെ ധാതു പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം ഏതാണ്? ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ധാതു പര്യവേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്ഥാപനം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1986 ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വരുന്നത് 1986 ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണല്ലേ. ഇന്ദിരാഗാന്ധിയാണ് പദവിയിലിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ച വർഷം ഏതാണ്? 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? രാജ് നാരായണനാണ്. 1977 ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് 1977 നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. രാജ്നാരായണനായിരുന്നു പരാജയപ്പെടുത്തിയത്. 1984 ജൂൺ 5 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ചോദിക്കാറുണ്ട് കേട്ടോ. 1984 ജൂൺ 5 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട സിഖ് നേതാവ് ആരാണ്? ഭിദ്രൻവാല. അധികാരത്തിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? അധികാരത്തിലിരിക്കാൻ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈനാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് കേട്ടോ. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? APJ അബ്ദുൽ കലാം ആണല്ലേ. APJ അബ്ദുൽ കലാമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ്. അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അന്ത്യോദയ ചോദിക്കാറുണ്ടല്ലേ. അന്ത്യോദയ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടല്ല ചോദിക്കാറ്. ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് വരുന്ന തന്നിരിക്കുന്ന പദ്ധതികൾ ഏതാണെന്നാണ് ചോദിക്കാറ്. അന്ത്യോദയ പദ്ധതിയാണ്. അപ്പോൾ അന്ത്യോദയ പദ്ധതി എന്ന് പറയുന്നത് ഏറ്റവും പാവപ്പെട്ടവരുടെ ഉന്നമനമാണ് അല്ലേ. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ഉണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം? അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ഉണ്ടായിരുന്നത് സിക്കിമിനായിരുന്നു. അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി ഉണ്ടായിരുന്ന സംസ്ഥാനം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? ബിന്ദേശ്വരി പ്രസാദ് മണ്ഡലാണ്. മദർ തെരേസ അന്ത്യനിദ്ര കൊള്ളുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് അന്ത്യനിദ്ര കൊള്ളുന്നത്. ആനകളുടെ സംരക്ഷണാർത്ഥം പ്രൊജക്ട് എലഫന്റ് ആവിഷ്കരിച്ച വർഷം? ആനകളുടെ സംരക്ഷണാർത്ഥം പ്രൊജക്ട് എലഫന്റ് നിലവിൽ വന്നതെന്നാണ്? 1992. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? ടി പ്രകാശമാണ്. ഇന്ത്യൻ പാർലമെന്റ് സുവർണ ജൂബിലി ആഘോഷിച്ച വർഷം ഏതാണ്? ഇന്ത്യൻ പാർലമെന്റ് സുവർണ ജൂബിലി ആഘോഷിച്ചത് 2002 ഇന്ത്യൻ പാർലമെന്റ് സുവർണ ജൂബിലി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ നഗരം ചോദിക്കാറുണ്ടല്ലേ. ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥാപിതമായ നഗരം ഏതാണ്? ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനം? ആദ്യമായിട്ട് റബ്ബർ അണക്കെട്ട് നിർമ്മിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സ്കൂൾ ഏതാണ്? CBSE ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ സ്കൂൾ. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ആരാണ്? APJ അബ്ദുൽ കലാം ആണല്ലേ. നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിക്കണം എന്ന് പറയുന്നത് ആരാണ്?
അബ്ദുൽ കലാമാണ്, APJ അബ്ദുൽ കലാമാണ്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയ ഇന്ത്യൻ ആണവ പരീക്ഷണം നടത്തിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനിലല്ലേ. നമ്മൾ പറഞ്ഞു 4ാമത്തെ പഞ്ചവത്സര പദ്ധതി സമയത്താണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പരീക്ഷണം നടത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ബംഗ്ലാദേശിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് പൊരുതിയപ്പോൾ അവർക്ക് പിന്തുണ നൽകണമെന്ന് പറഞ്ഞ ആദ്യത്തെ ഇന്ത്യൻ നേതാവ് ആരാണ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ജയപ്രകാശ് നാരായണാണ്. ജയപ്രകാശ് നാരായൺ എന്നാണ് പറയുന്നത് ബംഗ്ലാദേശിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് പൊരുതിയപ്പോൾ അവർക്ക് പിന്തുണ നൽകണമെന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ നേതാവാണ് ജയപ്രകാശ് നാരായൺ. അപ്പോൾ നമ്മുടെ നേരത്തെ പോർച്ചുഗലിനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പോർച്ചുഗൽ എന്ന് പറയുന്നത് ആദ്യമായിട്ട് പോർച്ചുഗീസുകാരാണ് വന്നത്. ഏറ്റവും അവസാനം പോയതുമാരാണ് പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. പോർച്ചുഗലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യക്കാരനാണ്? കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് അല്ലേ. ഇന്ത്യയുമായി സമുദ്രമാർഗം നാവികാബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ്. ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ്. പോർച്ചുഗീസുകാരുടെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നമ്മുടെ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ പോർച്ചുഗലാണ് ഇന്ത്യയുമായി സമുദ്രമാർഗം നാവികാബന്ധം സ്ഥാപിച്ച ആദ്യത്തെ യൂറോപ്യൻ ശക്തി. ഭൂമിയെ വലം വെച്ച് ആദ്യ നാവിക പര്യടനത്തിന് നേതൃത്വം നൽകിയ മഗല്ലൻ ഏത് രാജ്യത്താണ് ജനിച്ചത്? ഏതാണ്? പോർച്ചുഗീസ് ആണല്ലേ. അതായത് ഭൂമിയെ വലം വെച്ച് ആദ്യ നാവിക പര്യടനത്തിന് നേതൃത്വം നൽകിയ മഗല്ലനാണ് അല്ലേ. മഗല്ലനാണ്. അത് അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? പോർച്ചുഗലിലാണ്. ഏത് രാജ്യമാണ് ലൂസിറ്റാനിയ എന്നറിയപ്പെട്ടിരുന്നത്? പോർച്ചുഗലിനെയാണ്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ യൂറോപ്യനായ ബർത്തലോമ ഡയസ് ഏത് രാജ്യക്കാരനായിരുന്നു? അപ്പോൾ ഈ ബർത്തലോമ ഡയസ് ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പോർച്ചുഗൽക്കാരനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണം നടത്തിയ യൂറോപ്യൻ രാജ്യം ചോദിക്കാം ഏതാണ്? പോർച്ചുഗലാണ്. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്ന ഏത് രാജ്യക്കാരെയാണ്? പറങ്കികൾ ചോദിക്കാറുണ്ടല്ലോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പറങ്കികൾ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെയാണ്. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ഏത് രാജ്യക്കാരാണ്? പോർച്ചുഗലാണല്ലേ. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത്. കുഞ്ഞാലി 4ാമനെ വധിച്ചത് ഏത് രാജ്യക്കാരാണ്? ആരാണ്? പോർച്ചുഗൽക്കാരാണല്ലേ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ്. കണ്ണൂരിലെ സെൻറ്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചു. കശുവണ്ടി കൊണ്ടുവന്നു. അതുപോലെ തന്നെ സമുദ്രമാർഗ നാവികബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തിയാണ്. അതുപോലെ തന്നെ ഭൂമിയെ മലം വെച്ച് ആദ്യ നാവിക പര്യടനത്തിന് നേതൃത്വം നൽകിയ മഗല്ലനായിരുന്നു. അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ലൂസിറ്റാൻ എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച യൂറോപ്യൻകാരാണ് ബർത്തലോമ ഡയസ്. അദ്ദേഹം ഈ രാജ്യക്കാരനായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനി ഭരണം നടത്തിയ യൂറോപ്യൻ രാജ്യം. അതുപോലെ പറങ്കികൾ എന്നറിയപ്പെടുന്നത് കേരള ചരിത്രത്തിൽ കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചു. കുഞ്ഞാലി മരക്കാരെ വധിച്ചു എന്നൊക്കെ പറയുന്നത് ആരാണ്? പോർച്ചുഗൽക്കാരാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം. അപ്പോൾ ഇനിയും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.